ഇന്നപ്പോൾ നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി, ഒരു TV ഷോ ഇന്റർവ്യൂ ആണ്. നമ്മുടെ കൂടെ ഒരു സെലിബ്രിറ്റി ഉണ്ട്. അപ്പൊ അവളെ കൊണ്ട് പോയതാണ് ഞാൻ. അപ്പൊ ഇന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഫിബ് ടൂൾ എങ്ങനെ യൂസ് ചെയ്യാന്ന്. അപ്പൊ ഇന്ന് അതിന്റെ വീഡിയോ ആണ്. ഫിബ് ടൂൾ വരച്ചു. അതിന്റെ സെന്റർ പോർഷൻ ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. അതിന്റെ താഴത്തെ ഏരിയ ഡിസ്കൗണ്ട് ഏരിയ ആണ്. മേലത്തെ ഏരിയ പ്രീമിയം ഏരിയ ആണ്. അപ്പോൾ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഹൈലോട്ട് പോകണമെങ്കിൽ ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് വന്നതിന് ശേഷമേ പോകുള്ളൂ. അപ് ട്രെൻഡ് ആണെങ്കിൽ സ്വിംഗ് ലോ ടു ഹൈ ആണ് വരയ്ക്കേണ്ടത്. ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ സ്വിംഗ് ഹൈ ടു ലോ ആണ് വരയ്ക്കേണ്ടത്. ഒരു സ്വിംഗ് ലോ മാർക്ക് ചെയ്തു, ഒരു സ്വിംഗ് ഹൈ മാർക്ക് ചെയ്തു, ഫിബ് എടുത്തു, ലോ ടു ഹൈ വരച്ചു. പ്രൈസ് നേരെ ഡിസ്കൗണ്ട് ഏരിയയിൽ ടാപ്പ് ചെയ്ത് മേലോട്ട് പോയി. ഇപ്പൊ നമ്മൾ ഡിസ്കൗണ്ട് ഏരിയയിൽ ഒരു എൻട്രി എടുത്താണെങ്കിൽ നല്ലൊരു മാസീവ് ബുള്ള് കിട്ടില്ലേ. പിന്നെ നെക്സ്റ്റ് സ്വിംഗ് ലോ ഹൈ മാർക്ക് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് ഫിബ് വരച്ചു. അവിടെ ടാപ്പ് ചെയ്തിട്ടില്ല. ഇതുകൊണ്ടാണ് മാർക്കറ്റ് ഈസ് നോട്ട് 100% പ്രഡിക്റ്റബിൾ. അടുത്തൊരു സ്വിംഗ് ലോ ഹൈ മാർക്ക് ചെയ്തു, അത് ഫിബ് വരച്ചു. അതിൽ കറക്റ്റ് ആയിട്ട് ഡിസ്കൗണ്ട് ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ഈ ഫിബ് ലെവൽസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ഫിബ് എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ DMലോട്ട് ഫിബിന്റെ PDF അടക്കം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും അക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ എൻട്രി എടുക്കണമെങ്കിൽ ഡിസ്കൗണ്ട് ഏരിയയിലുള്ള ഏതെങ്കിലും ഓർഡർ ബ്ലോക്കിലോ FVGയിലോ നിങ്ങൾക്ക് എൻട്രി പ്ലേസ് ചെയ്തിട്ട് അടുത്ത സ്വിംഗ് ഹൈയിലുള്ള ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യാൻ പറ്റും.